അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള MITയുടെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളെ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ഷാഫി മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ നന്മകളുടെയും പ്രഭവ കേന്ദ്രങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, മറ്റു അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഒരു തിരിച്ചറിവോടുകൂടി, നല്ല നീയത്തോടുകൂടി നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ നല്ല ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ട നല്ല ചിന്തകളും ചർച്ചകളുമായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ കൂടലും സംസാരവും കേൾക്കലും ചിന്തകളുമൊക്കെ ഭാവിയിൽ നമ്മുടെ ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഒരു സയന്റിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ്, ഹാർട്ട് റിച്ചർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തി. സാധാരണ നമുക്കറിയാം, ഈ മനുഷ്യരിൽ പരീക്ഷണം നടത്തുന്ന കാര്യങ്ങളുടെയൊക്കെ ആദ്യം തുടക്കം പലപ്പോഴും എലികളിലും കുരങ്ങന്മാരിലുമൊക്കെ ആയിരിക്കും. ഈ ഹാർട്ട് റിച്ചർ എന്ന് പറയുന്ന ആൾ 5 കുരങ്ങന്മാരെ എടുത്തു, നല്ല ആരോഗ്യമുള്ള ഒരു പ്രത്യേക കൂട്ടിലാക്കി. എന്നിട്ട് ഈ കൂടിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു ലാഡർ സ്ഥാപിച്ചു. വലിയൊരു ലാഡർ, ഒരു കോണി, നല്ല ഉയരമുള്ള ഒരു കോണി. കോണിയുടെ ഏറ്റവും മുകളിൽ ഒരു കുല പഴം വെച്ചു. കൂടടച്ചു. 5 കുരങ്ങന്മാരും കൂട്ടിലുണ്ട്. കൂടിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു കോണിയുണ്ട്. ആ കോണിയുടെ ഏറ്റവും മുകളിലായി ഒരു കുല പഴമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കുരങ്ങന്മാർ പഴം കാണുമ്പോൾ കോണിയിലൂടെ കയറി അതെടുക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരു കുരങ്ങൻ അതിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം ഒരു മെഷീൻ പമ്പ് ഉപയോഗിച്ച് മറ്റ് 4 കുരങ്ങന്മാരുടെയും മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് പമ്പ് ചെയ്തു. നന്നായിട്ട് ഈ തണുത്ത വെള്ളം പമ്പ് ചെയ്തപ്പോൾ ഈ 4 കുരങ്ങന്മാർ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കാം, ഈ 1ാമത്തെ കുരങ്ങൻ ആ ലാഡറിലേക്ക് പോയപ്പോൾ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു, അത് കാരണമാണ് ഞങ്ങൾക്ക് അരുതായിക സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ തണുത്ത വെള്ളം കൊണ്ടുള്ള ഈ സ്പ്രേ അനുഭവിക്കേണ്ടി വന്നത് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം മറ്റുള്ള 4 കുരങ്ങന്മാരും കൂടെ ഈ ലാഡറിൽ കയറാൻ പോയ കുരങ്ങന്റെ വാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചിട്ട് നല്ല അടി കൊടുത്തു. 2ാമത്തെ കുരങ്ങനും ഇതുപോലെ കയറാൻ നോക്കി. അപ്പോൾ ആദ്യം അടി കിട്ടിയ കുരങ്ങനടക്കം മറ്റു 3 കുരങ്ങന്മാരും കൂടെ ചേർന്ന് ഈ ലാഡറിലേക്ക് കയറാൻ പോയ 2ാമത്തെ കുരങ്ങനെയും നന്നായിട്ട് അടിച്ചു. 3ാമത്തെ കുരങ്ങനും എന്തെന്നറിയാതെ ഈ ലാഡറിലേക്ക് പഴത്തിന് വേണ്ടി കയറി. മറ്റുള്ള 4 കുരങ്ങന്മാരും കൂടെ ഇവനെ അടിക്കാൻ തുടങ്ങി. 4ാമത്തെ കുരങ്ങനും 5ാമത്തെ കുരങ്ങനും ഇതുപോലെ തന്നെ അടി കിട്ടി. ഇപ്പോ ഏതെങ്കിലും ഒരു കുരങ്ങൻ ആ ലാഡറിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും മറ്റുള്ള 4 കുരങ്ങന്മാരും കൂടെ ചേർന്ന് ഈ പോവാൻ ശ്രമിക്കുന്ന കുരങ്ങനെ അടിക്കും. അത് ഭയന്ന് ഏറ്റവും മുകളിലിരിക്കുന്ന പഴത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിരാശയോടുകൂടി ഇരിക്കുകയാണ് 5 കുരങ്ങന്മാർ. സ്വാഭാവികമാണെന്ന് നമുക്കറിയാം. ഒരു രസകരമായ കാര്യം അദ്ദേഹം ചെയ്തു. ഈ 5 കുരങ്ങന്മാരിൽ നിന്ന് ഒരു കുരങ്ങനെ ആ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു കുരങ്ങനെ വെച്ചു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ പുതിയ കുരങ്ങൻ ഈ ലാഡറിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വെള്ളം ചീറ്റാതെ തന്നെ മറ്റുള്ള 4 കുരങ്ങന്മാരും കൂടെ ചേർന്ന് ഈ പുതിയ കുരങ്ങനെ വാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചിട്ട് നല്ല അടി കൊടുത്തു. ഈ കുരങ്ങനൊന്നും മനസ്സിലായില്ല. 2ാമത് ഒന്നുകൂടെ ശ്രമിച്ചു. അപ്പോഴും മറ്റുള്ള 4 കുരങ്ങന്മാരും കൂടെ വീണ്ടും അടി കൊടുത്തു.
അങ്ങനെ ഈ കുരങ്ങനും ഇവരുടെ കൂട്ടത്തിൽ ചേർന്നു. ലാഡറിന്റെ ഭാഗത്തേക്ക് പോവാതിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി. യെസ്, വെരി ഗുഡ്. അപ്പൊ ഒന്ന് കൈയടിക്കാം. ഗുഡ്. ഇനി ഈ ബാക്കിയുള്ള 4 കുരങ്ങന്മാര് പഴയതാണ്, ഒരു കുരങ്ങൻ പുതിയതാണ്, അല്ലെ? ബാക്കിയുള്ള 4 കുരങ്ങന്മാരിൽ നിന്ന് ഒരു കുരങ്ങനെയും കൂടെ മാറ്റിയിട്ട് രണ്ടാമതൊരു പുതിയ കുരങ്ങനെയും കൂടെ വെച്ചു കൂട്ടിലേക്ക്. രണ്ടാമത്തെ കുരങ്ങൻ ഒന്നും അറിയില്ലല്ലോ, നേരെ ലാഡറിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു. മറ്റുള്ള 4 കുരങ്ങന്മാരും നേരത്തെ വന്ന തൊട്ടു മുമ്പ് വന്ന ഈ പുതിയ കുരങ്ങനും ചേർന്ന് ഈ 4ാമത്തെ ലാഡറിലേക്ക് കയറാൻ വന്ന കുരങ്ങനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കൂട്ടിലുള്ള എല്ലാ കുരങ്ങന്മാരെയും പഴയ കുരങ്ങന്മാരൊക്കെ മാറ്റി പുതിയ കുരങ്ങന്മാരെ വെച്ചു. 5ാമത്തെ പുതിയ കുരങ്ങനെ വെച്ചു. ബാക്കി 4 കുരങ്ങന്മാർക്കും ഈ സ്പ്രേ വെള്ളം ചീറ്റിയിട്ടില്ല അവരുടെ മുകളിലേക്ക്. എന്നാലും അവർ നേരത്തെ അനുഭവിച്ചത് ഇവർ നേരെ പുതിയ കുരങ്ങന്റെ മേളിൽ ആവർത്തിക്കുകയാണ്. ഫലത്തിൽ ഇപ്പൊ ഈ കൂട്ടിലുള്ളത് 5 കുരങ്ങന്മാരും പുതിയ കുരങ്ങന്മാരാണ്. അതിലേക്ക് പുതിയൊരു കുരങ്ങൻ വന്നാൽ ആ ലാഡറിലേക്ക് ആര് കയറാൻ ശ്രമിക്കുന്നുവോ ബാക്കിയുള്ള 4 പേരും കൂടെ ചേർന്ന് അവനെ വാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചിടും, അടിക്കും. ഞാൻ ഈ കഥയിലൂടെ നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആരെങ്കിലും പോയിട്ട് ആ 5 കുരങ്ങന്മാര് പുതുതായിട്ട് ആ കൂട്ടിലുള്ള 5 കുരങ്ങന്മാരോട് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പുതിയൊരു കുരങ്ങൻ വന്ന് പാവം ഈ ലാഡറിലേക്ക് കയറി വരുമ്പോ അതിനെ പിടിച്ച് അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കുരങ്ങന്റെ ആൻസർ എന്തായിരിക്കും? അറിയില്ല സുഹൃത്തെ, എനിക്കൊന്നും അറിയില്ല, എല്ലാവരും ചെയ്യുന്നു, അത് ഞാനും ചെയ്യുന്നു എന്നുള്ളത്. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ പ്രത്യേകിച്ച് പാരൻസിന്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ കഥയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തരും അതുല്യരാണ്. നമ്മുടെ ആരുടെയും ആധാർ കാർഡ് നമ്മുടെ മക്കൾക്ക് ഒരിക്കലും മാച്ചാവാൻ പോകുന്നില്ല. ഉണ്ടോ? എൻ്റെ ആധാർ കാർഡ് നിങ്ങൾക്ക് ആർക്ക് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ ആധാർ കാർഡ് എനിക്ക് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇല്ല. നമ്മുടെ ഫിംഗർ പ്രിന്റും നമ്മുടെ ഐറിഷും നമ്മുടെ എല്ലാ DNA വരെ മാറ്റമാണ്, ചിന്തകൾ വരെ വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ചിന്തിക്കുന്നത് പോലെ നമ്മൾ മാത്രമേ ഈ ഭൂമിയിൽ ചിന്തിക്കുന്നുള്ളൂ. നമ്മളെപ്പോലെ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അത് നമ്മൾ മാത്രമാണ്. ശരിയല്ലേ? അപ്പോ എന്നിരുന്നാലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്ത്, മറ്റുള്ളവര് കുട്ടികളെ നോക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാതെ അവരോട് ഇടപഴകുമ്പോൾ, നമ്മുടെ ഈ കുട്ടിയുടെ വ്യത്യാസം മനസ്സിലാക്കാതെ ഇടപഴകാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളും കുട്ടികളും തമ്മിൽ ഒരു ക്ലാഷ് വരാനുള്ള സാധ്യതയുണ്ട്. നെവർ കമ്പയർ വിത്ത് അതേഴ്സ് എന്നാണ് പറയുക. മറ്റു കുട്ടികളോട് ഒരിക്കലും നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത പാരൻസ് എല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ കുട്ടിയെപ്പോലെ ഒരു കുട്ടി ഈ ഭൂമിയിൽ ഇന്നേ വരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ആ കുട്ടിക്ക്, നമ്മുടെ കുട്ടിക്ക്, അത് 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളും വ്യത്യസ്തമുള്ള കുട്ടികളായിരിക്കും, ഓരോരുത്തരും അതുല്യരായിരിക്കും. ഇത് മനസ്സിലാക്കാതെ അവൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, ഇവള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ പഠിച്ചാൽ, നീ എന്താ പഠിക്കാതിരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അവര് പഠിക്കുന്ന രീതിയിലല്ല ഈ കുട്ടി മനസ്സിലാക്കാൻ പോകുന്നത്. ഈ കുട്ടിയുടെ മനസ്സിലാക്കൽ രീതി വേറെയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളും കുട്ടികൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പം വരും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിന്നാണ് സ്നേഹം തുടങ്ങുന്നത്. ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും, ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിക്കും, എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമെന്ന് ചോദിക്കും. അപ്പൊ കുട്ടികൾ പറയും, എമ്പതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷനൊക്കെ കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. സീ വിത്ത് ദ ഐസ് ഓഫ് അനദർ, മറ്റൊരാളുടെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട് അവരുടെ വേദനയും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫീൽ വിത്ത് ദ ഹാർട്ട് ഓഫ് അനദർ, മറ്റൊരാളുടെ ഹൃദയം കൊണ്ട് അവരെ കുറിച്ച് ചിന്തിച്ച് അവരുടെ വേദനയും പ്രയാസങ്ങളും ഫീലിംഗും സന്തോഷവും ഉൾക്കൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അതിനെയാണ് എമ്പതി എന്ന് പറയുക. ലിസൺ വിത്ത് ദ ഇയർ ഓഫ് അനദർ, മറ്റൊരാളുടെ കണ്ണുകൊണ്ട് അവരെ കേൾക്കാൻ ശ്രമിക്കുന്ന. അപ്പൊ ഒരാളെ അവരെങ്ങനെയാണോ അതുപോലെ ചേർത്ത് നിർത്തി എന്റേതാണ് എന്നുള്ള അർത്ഥത്തിൽ കൂടെ നിർത്തുന്നതിന് എമ്പതി എന്ന് പറയും. അപ്പൊ അവർക്ക് വേദനയുണ്ടെങ്കിൽ അവർക്കൊരു ഫീലിംഗ് വരും, എൻ്റെ കൂടെ
എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത്. നിർഭാഗ്യവശാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ചോദിച്ചു നോക്കിയേ, നിങ്ങളെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള, നിങ്ങളെ ഹൃദയം കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങളുടെ കാതുകൾ കൊണ്ട് നിങ്ങളെ കേൾക്കാൻ ശ്രമിച്ചിട്ടുള്ള, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ വേദനയും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും കുട്ടികൾ പറയും ഇല്ല എന്ന്. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപൂർവം ചില കുട്ടികൾ പറയും ഉണ്ട്. ആരാണ്? എൻ്റെ കാമുകനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട് എന്ന് പറയും. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ചില കുട്ടികൾ മാത്രമേ പറയാറുള്ളൂ എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഉപ്പയുണ്ട് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം ആ കുരങ്ങന്മാരുടെ കഥ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികളെല്ലാവരും വ്യത്യസ്തരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത് ചില മൂല്യങ്ങളാണ്. അത് സ്നേഹമാണ്, ക്ഷമയാണ്, കാരുണ്യമാണ്, ആർദ്രതയാണ്, സഹനമാണ്, ഷെയറിംഗ് ആണ്, കാത്തിരിപ്പാണ്, പ്രൊട്ടക്ഷനാണ്. ഇങ്ങനെ ചില ഒരിക്കലും വില കൊടുത്താൽ മേടിക്കാൻ കഴിയാത്ത കുറേ നന്മകളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് പൈസ കൊടുത്താൽ മേടിച്ചാൽ കിട്ടും, പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടും എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് നല്ല പൈസയുള്ള ആളുകൾക്ക് വില കൂടിയ ബെഡ് മേടിച്ചൂടെ? ആ ബെഡിൽ കിടന്നാൽ ഉറക്കം പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടുമോ? ഏതെങ്കിലും കടയിൽ പോയിട്ട് മേടിച്ചു വാ, ഒരു ഗ്ലാസ് ഉറക്കം എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കഴിയില്ല. ഉറക്കം നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മ കൊണ്ട് സംഭവിക്കേണ്ട നല്ല സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ്. ഓവർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് ആളുകളെ ഇന്ന് സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കും സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തേക്കും ഓടി നടക്കുന്ന കാലഘട്ടമാണ്. ഓവർ തിങ്കിങ്, ഭയങ്കരമായ ചിന്തകളാണ്, ചിന്തകൾക്ക് മേൽ ചിന്തകളാണ്. എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ മോഡേൺ സൈക്കോളജി പറയുന്നു ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ്ങിന്, അമിതമായ ചിന്തകൾക്ക് അടിമകളായിട്ടുള്ളത് അമ്മമാരാണ്, സ്ത്രീകളാണ് എന്ന്, ആണുങ്ങളെക്കാളേറെ. എന്നാലോ ഏറ്റവും കൂടുതൽ ജോബ്ലെസ് ആയിട്ടുള്ള ആളുകൾ, ജോലി ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലും എന്താണ്? സ്ത്രീകളാണ്. ആണോ അല്ലേ? ആണുങ്ങളല്ലേ അധികവും വീടുകളിൽ നിന്ന് ജോലിക്ക് പോകുന്ന ആളുകൾ. പിന്നെ എന്താണ് ഇവർ സയന്റിസ്റ്റുകളെ പോലെ ചിന്തിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. ചില ആളുകളുടെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്, ഇവരുടെ പേരും ഫോട്ടോയൊക്കെ നാളെ പത്രത്തിൽ വരുമെന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ തോന്നി ഇവർ അമിതമായി എന്തോ കാട് കയറി ചിന്തിക്കുകയാണെന്ന്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിന് എനർജി ആവശ്യമുള്ള ഡിവൈസാണ്, അല്ലെങ്കിൽ അവയവമാണ് നമ്മുടെ ബ്രെയിൻ, തലച്ചോറ്. ഒരു 20 വാട്ട്സിന്റെ ബൾബ് കത്തിക്കാൻ പറ്റും ഒരാളുടെ തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ. അറിയോ? ഈ എനർജി എവിടുന്നാ കിട്ടുന്നേ? നമ്മുടെ ഭക്ഷണത്തിലൂടെ, നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലൂടെയൊക്കെ നേടുന്ന പ്രോട്ടീനും മിനറലും ഒക്കെയാണ്, മിനറൽസും ഫൈബറും കാൽസ്യം ഒക്കെയാണ് ഈ എനർജി ആയിട്ട് ഇങ്ങനെ കത്തിത്തീരുന്നത്. ഓവർ തിങ്കിങ് ഉള്ള ആളുകൾ എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും. അവർക്കൊരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് കുറവായിരിക്കും, ഉറക്കം, ക്വാളിറ്റിയുള്ള സ്ലീപ്പിംഗ് കുറവായിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏറ്റവും ആളുകൾ പറയുന്നു ഈ കുട്ടികളോടൊത്ത് കളിച്ചാൽ, അവരുടെ ചിരി ആസ്വദിച്ചാൽ, അവരെ കൂടെ എമ്പതറ്റിക്കലായിട്ട് കൂടെ നിന്നാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും എന്ന് ആധുനിക മനഃശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്നത്തെ ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും മൊബൈൽ ഫോണിലെ സ്റ്റാറ്റസുകളെയും റീൽസുകളെയും വിജയിപ്പിക്കാനുള്ള നെട്ടോട്ടമാണ്. ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇത് നമ്മളല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കുരങ്ങന്മാരുടെ കഥ പറയാനുള്ള രണ്ടാമത്തെ കാരണം, നമ്മുടെ കുട്ടികൾ ഒരു പ്രശ്നവും പ്രയാസവുമായിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒറ്റപ്പെടുകയാണ്. എമ്പതറ്റിക്കലായിട്ട് അവരെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അതിന് കാരണം ആ കുട്ടി എന്തോ അസൈൻമെന്റ് ചെയ്യാത്തതിന്റെ കാരണം കൊണ്ട് ടീച്ചർ പുറത്താക്കി. രണ്ടാമത്തെ പീരീഡ് ആയപ്പോൾ ടീച്ചർക്ക് ഒരു അത്യാവശ്യം കോൾ വന്നപ്പോൾ അവർ അന്നത്തെ ദിവസം ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയി. ഈ പെൺകുട്ടി വരാന്തയിൽ അങ്ങനെ നിന്നു. പോകുന്ന ആളുകളൊക്കെ ഈ കുട്ടിയെ എങ്ങനെ മറ്റു കുട്ടികൾ കളിയാക്കി. ചില അധ്യാപകർ ചോദിച്ചു, നീ അസൈൻമെന്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ അവിടെ നിന്നോ എന്ന്. അന്നത്തെ ദിവസം ഉച്ചക്ക് ആ കുട്ടി ഭക്ഷണം കഴിച്ചില്ലേ. വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ മൊബൈൽ ഫോണിലാണ്, അച്ഛൻ ജോലിയുടെ ആവശ്യാർത്ഥം പുറത്താണ്, മറ്റു കൂടപ്പിറപ്പുകളൊക്കെ അവരുടേതായിട്ടുള്ള ലോകത്താണ്. പലരും ടാബിലാണ്, ചിലർ മൊബൈൽ ഫോണിലാണ്, ചിലർ
TV-യിലെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ഏകാന്തമായ ലോകത്താണ്. ഈ കുട്ടി നേരെ അവളുടെ റൂമിലേക്ക് പോയി. ആരോടും ഇത് ഷെയർ ചെയ്യാനില്ല. ഒറ്റക്ക് നിന്ന് കുറേ സമയം പൊട്ടിക്കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥ, നിസ്സംഗമായിട്ടുള്ള അവസ്ഥ. നേരെ ഫാന് കണ്ടപ്പോൾ ഒരു ബുദ്ധി തോന്നി, കെട്ടിത്തൂങ്ങി മരിച്ചു. ഇതാണ് അവസ്ഥ. ഷെയർ ചെയ്യാൻ ആളില്ല. പഴയ കാലമല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പത്തേക്കാളേറെ അമ്മമാർക്ക് ഡബിൾ ഡ്യൂട്ടി വന്നിരിക്കുന്ന കാലഘട്ടമാണിത്. കാരണം നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് നമുക്കറിയാം, കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ നമ്മുടെ ഉപ്പുണ്ടാവും, വല്യപ്പുണ്ടാവും, വല്യമ്മ ഉണ്ടാവും, വേറെ കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടായിരിക്കും. ചെറിയ വീടായിരിക്കും. രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല. ആരെങ്കിലും ഒരാൾ വിഷണ്ടരായി മൂഡൌട്ടായി നമ്മുടെ വീട്ടിലേക്ക് ഒരംഗം കയറി വരുമ്പോൾ മറ്റുള്ള എല്ലാവരും നിരീക്ഷിക്കാൻ തുടങ്ങും. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, എന്തോ മുഖം കണ്ടില്ലേ, എന്താ നീ ഒന്ന് ചോദിച്ചു നോക്കുന്നത്. അപ്പൊ അടുത്ത ആൾ പറയും, ഞാൻ ചോദിക്കണില്ലേ, നീ ചോദിച്ചു നോക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാവരും ആ ആൾക്ക് അനുകൂലമായിട്ട് ഒരു ചെറിയ ഗൂഢാലോചന ഇവിടെ നടക്കുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഒരു കൈ ആ തോളിൽ ഇങ്ങനെ വന്ന് പതിയും. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഒരു പൊട്ടിക്കരച്ചിലായിരിക്കും, ഒരു കെട്ടിപ്പിടുത്തമായിരിക്കും. അപ്പൊ അത് ഷെയർ ചെയ്യണം. അതോടെ ആ പ്രശ്നം വെന്റിലേഷനായി, അതങ്ങ് തീർന്നു. പിന്നെ ആ പ്രശ്നത്തിന്റെ ആഘാതം കുറഞ്ഞു. അങ്ങനെ എത്രയോ നല്ല നല്ല മൊമെന്റുകൾ നമ്മുടെ വീട്ടില്, ഗൃഹാന്തരീക്ഷങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് അതില്ല. ഇന്ന് അണുകുടുംബമാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഫീലിങ്ങും പ്രശ്നങ്ങളും ഷെയർ ചെയ്യാൻ അമ്മ അല്ലാതെ മറ്റാരുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒരുപാട് കൈവിട്ടു പോകും. നേരത്തെ ഗണേശൻ സാറ് സംസാരിച്ചപ്പോൾ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികളെ, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ എത്ര കുട്ടികളെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു. എത്ര മനോഹരമായിട്ട് അദ്ദേഹം കവിതകളൊക്കെ അവതരിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് ഞാൻ പറയുന്നു, മോഡേൺ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയും, വേൾഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര സംഘടന എടുത്ത് നടത്തിയുള്ള സർവേ പറയുന്നത്, കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെക്കാളേറെ മൊബൈലിന് അഡിക്റ്റഡ് ആയിട്ടുള്ള, അൺപ്രൊഡക്റ്റീവായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ യുവതികളായിട്ടുള്ള സ്ത്രീകളാണ് എന്ന് പറയപ്പെടുന്നു. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ എന്തിനാണ് മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്ത് നേട്ടമാണ് അതുകൊണ്ട് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു 100 രൂപ വരുമാനം അതിലൂടെ കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു 10% സന്തോഷവും സമാധാനവും ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്ക്. അപ്പൊ അമിത ഉപയോഗം കൊണ്ടിട്ടോ നമുക്ക് കമ്മ്യൂണിക്കേഷനും ആശയവിനിമയത്തിനും ദൂരെയുള്ള ആളുകളെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിനൊക്കെ അത് നല്ലതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റിംഗ് ആവട്ടെ, അതിലുള്ള റീൽസുകളാവട്ടെ, ഫേസ്ബുക്കിലെ വീഡിയോസ് ആവട്ടെ, വാട്സപ്പിലെ സ്റ്റാറ്റസ് നോക്കലും ചാറ്റിങ്ങും ഒക്കെ ആവട്ടെ, നമ്മുടെ കുടുംബത്തിലേക്ക് എന്ത് ഡെവലപ്മെൻ്റാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഈ നിമിഷം വെറുതെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്. ഹോം ബേസ്ഡായിട്ട് ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ ഇതിലുണ്ടായിരിക്കും. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. സോ അവർ ലൈഫ് ഈസ് അവർ ഓൺ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ കുടുംബത്തിൻ്റെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം ഓരോ അമ്മമാരിലുമാണ്, അച്ഛന്മാരിലില്ല എന്നല്ല. ഞാനൊരാണായതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് അങ്ങനെ വിചാരിക്കരുത്. ഓരോ ദിവസവും രാവിലെ ആയാൽ ഉപ്പമാര് പുറത്തേക്ക് പോകും, മിക്കവാറും വീടുകളിൽ അല്ലേ. ചിലപ്പോൾ ഉപ്പയും ഉമ്മയും പോകും. 2 പേർക്കും ഡ്യൂട്ടി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണം. ഓരോ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവരോട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. ഐസ് ആർ ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് അവർ ഹാർട്ട് എന്നാണ്. നമ്മുടെ ഹൃദയവുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് കണ്ണുകൾ. അപ്പോൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കണ്ണുകളിൽ അത് നഴലിക്കും. എല്ലാ ദിവസവും കാണുന്ന നമ്മുടെ കുട്ടികളുടെ മുഖത്ത്, കണ്ണുകളിൽ, പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ അത് നഴലിക്കൂലേ? ഈ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ഞാൻ എപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സദസ്സിൽ അമ്മമാരോട് സംസാരിക്കുമ്പോൾ, പാരൻസിനോട് സംസാരിക്കുമ്പോൾ ഓർമ്മ വന്നാൽ അത് പറയാതിരിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെയും പറയുന്നു. അപ്പം ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കൂട്ടുകാരി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു, മരിച്ചില്ല. ആദ്യത്തെ കുട്ടി മാത്രം മരിച്ചു. അപ്പോഴാണ് ഈ കുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തു. ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട്,
ആദ്യം മരിച്ച കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ തെരഞ്ഞെടുത്തു. അപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി ഏതോ ഒരു പയ്യനായിട്ടൊരു അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഒരു 10-25 വയസ്സിന് മുമ്പുള്ള അല്ലെങ്കിൽ പഠന സമയത്തുള്ള പ്രണയമൊക്കെ വെറും സെക്ഷൽ ആണ്, അതിൻ്റെ ഒരു 99% മോട്ടോ എന്നുള്ളത് നമുക്കറിയാം. ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറേ സിനിമകൾ ഉണ്ടായിരിക്കും, ചാനലുകൾ ഉണ്ടായിരിക്കും, യൂട്യൂബുകൾ ഉണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരിക്കും, സീരിയലുകളും ഉണ്ടായിരിക്കും. ഇതിന്ന് മോട്ടിവേഷൻ കൂടണോ, അതോ എൻ്റെ അമ്മ എന്നുള്ള നിലക്ക്, എൻ്റെ ഉമ്മ എന്നുള്ള നിലക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മോട്ടിവേറ്റഡ് ആവണോ എന്ന് നമുക്ക് തീരുമാനിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ആ കുട്ടിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ആ കുട്ടി നല്ലൊരു കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് ആദ്യം ഒരുപാട് റിജക്റ്റ് ചെയ്തു. കൂടെയുള്ള കുട്ടികൾ നിർബന്ധിച്ചു. നമ്മുടെ പരിസരത്തുള്ള പല സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. ഇതുപോലെ അമ്മമാർക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ, ആ ഒരേ സമയം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ശിക്ഷണം പലപ്പോഴും പല കുട്ടികൾക്കും കിട്ടാറില്ല. എന്നാൽ നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അപ്പോൾ ഈ കുട്ടി അങ്ങനെയുള്ള നല്ലൊരു കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടി, ഇതിനൊന്നും തയ്യാറായില്ല. എന്നാൽ പിയർ ഗ്രൂപ്പിന്റെ വല്ലാത്ത പ്രഷർ കൊണ്ട്, കൂട്ടുകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവൾ യെസ് പറഞ്ഞു. ഒരു 2-3 മാസം അത് തുടർന്നു. ഒരു ദിവസം ആ പയ്യൻ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു. മൊബൈൽ ഫോൺ മേടിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെയും മറ്റു കുട്ടികളും ഈ പയ്യനെ നിർബന്ധിച്ചപ്പോൾ അവൻ മൊബൈൽ ഫോൺ മേടിച്ചു. എല്ലാ ആഴ്ചയിൽ 2 ദിവസം 5 മിനിറ്റ് സംസാരിക്കാം എന്നുള്ള കണ്ടീഷനിൽ. ഈ 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആവുമെന്ന് നമുക്കറിയാം. അരമണിക്കൂർ ആവാൻ അധിക സമയം വേണ്ട എന്നുള്ളത് അറിയാം. ഇതങ്ങനെ തുടർന്നു. നേരം പുലരുന്നത് വരെ പല ദിവസങ്ങളിൽ ഇവർ സംസാരിച്ചു. ഈ കുട്ടിക്ക് ക്ലാസ്സിലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു, കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു. ഉറക്കം തൂങ്ങിയതിന് പലപ്പോഴായിട്ട് രക്ഷിതാക്കളെ, അധ്യാപകർക്ക് വിളിച്ച് സംസാരിക്കേണ്ടി വന്നു. ഒരു ദിവസം ഈ പയ്യൻ വിളിച്ച ഒരു സ്ഥലത്തേക്ക് അവൻ പോയി. ആ കുട്ടിയുടെ ശരീരത്തിൽ എവിടെയോ അവൻ തൊട്ടു. ഭയങ്കരമായ ഷോക്കായി പോയി ആ പെൺകുട്ടിക്ക്. അവൾ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെച്ചു. പിന്നെയും ഒരു 5-6 മാസം ഇവൻ പിന്നാലെ നടന്നു. കൂടെയുള്ള കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവൻ ഒരു ദിവസം ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു. ഞാൻ അടുത്ത ആഴ്ച ഗൾഫിലേക്ക് പോവുകയാണ്, എനിക്ക് അവസാനമായിട്ട് അവളോടൊന്ന് യാത്ര പറയാനാണ്, മൊബൈൽ ഒന്ന് ഓൺ ആക്കാൻ പറയണമെന്ന്. അങ്ങനെ ആ കുട്ടി ഓൺ ചെയ്തു. അന്നത്തെ ദിവസം നേരം പുലരുന്നവരെ വീണ്ടും അവർ സംസാരിച്ചു. അവസാനമായി യാത്ര പറയാനൊന്ന് നേരിൽ കാണണം എന്ന അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ വിളിച്ച ഭാഗത്തേക്ക് ആ കുട്ടി പോയി. വളരെ ആസൂത്രിതമായിട്ട് തയ്യാറാക്കിയിരുന്ന ഒരു സ്ഥലത്തേക്ക്, അവൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി ശാരീരികമായിട്ട് ഉപയോഗപ്പെടുത്തി. അത് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള മറ്റു കുട്ടികളും ആ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗപ്പെടുത്തി. ഇതെല്ലാം ക്യാമറയിൽ, വീഡിയോയിൽ പിടിച്ചു. പോകാൻ നേരത്ത് ക്ഷീണിതയായി വല്ലാത്ത നിരാശയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഈ പെൺകുട്ടിയെ ആ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു, 10 ദിവസം ഞാൻ സമയം തരും. ആ 10 ദിവസത്തിനകം നീ ഈ ഭൂമി വിട്ടു പോകണം, മരിക്കണം. അതിനിടയിൽ 10 ദിവസത്തിനകം മരിക്കാതിരിക്കുകയോ ആരോടെങ്കിലും ഈ കാര്യം പറയുകയോ ചെയ്താൽ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ആകെ നിന്റെയും നിന്റെ കുടുംബത്തിനെയും നാറ്റക്കേസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. 8ാമത്തെ ദിവസം ഈ പാവം പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ഞാൻ പലപ്പോഴും ഈ കഥ ഓർക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ 8 ദിവസം ഈ പെൺകുട്ടി ആ വീട്ടിൽ കഴിഞ്ഞു. ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് ആ കുട്ടി കഴിഞ്ഞത്. എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്തേ നിന്റെ മുഖം ഇങ്ങനെ വെളുത്തിരിക്കുന്നു? എന്തേ നീ ഭക്ഷണം കഴിക്കാത്തത്? നീ എന്താ ഉറങ്ങാത്തത്? എന്താ ഇങ്ങനെ വിഷണ്ണയായിരിക്കുന്നത് എന്ന് ചോദിക്കാൻ, എമ്പതറ്റിക്കലായിട്ട് ആ കുട്ടിയോട് അപ്രോച്ച് ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ. ആരെങ്കിലും ആ കുട്ടിക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ, കണ്ണിൽ നോക്കി സംസാരിക്കാനും ചേർത്ത് പിടിക്കാനും ഒന്നിച്ചിരിക്കാനും ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ഇന്ന് ജീവനോടുണ്ടാകുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് ഞാൻ പറയുന്നത് അതാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കണം. അബ്രോഡിലേക്കൊക്കെ ചിന്തിക്കുന്ന മൈഗ്രേഷനെ കുറിച്ചൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് UK-യിലേക്കും കാനഡയിലേക്കുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ സജീവമായിട്ട് കുട്ടികൾ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. സേഫായിട്ടുള്ള ഇടങ്ങളാണ് എന്ന് ധരിച്ചിട്ടായിരിക്കാം. അതിൽ ശരിയും തെറ്റൊക്കെ ഉണ്ടായിരിക്കാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എവിടെ പോയാലും നമ്മുടെ ഒരു മൊറാലിറ്റി, നമ്മുടെ ഒരു ആഢ്യത്വം, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്, അത് കീപ്പ് ചെയ്യുന്ന നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ഞാൻ അല്ലാമ ഇഖ്ബാലിനെ കുറിച്ച്, അല്ലാമ ഇഖ്ബാൽ എന്ന് പറയുന്ന
ലോകം കണ്ട ഏറ്റവും നല്ല മഹാകവികളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ലണ്ടനിൽ പഠിക്കുമ്പോൾ ഭയങ്കര ശൈത്യമുള്ള കൊടും തണുപ്പുള്ള രാത്രികളിലും പുലർച്ചയ്ക്ക് തഹജ്ജുദിന് എണീക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളിലും റിപ്പോർട്ടുകളിലും ഒക്കെ കാണാൻ കഴിയും ഉറപ്പായിട്ടും. അപ്പോ അങ്ങനെയുള്ളൊരു ശിക്ഷണം ഒരിക്കലും ഒരു കുട്ടിയും ഇന്നേ വരെ ആരെയും അനുസരിച്ചിട്ടില്ല. അതാണ് സൈക്കോളജി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല, അനുകരിച്ചിട്ടേ ഉള്ളൂ. ആരും ആരെയും അനുസരിക്കുന്നില്ല, എവിടെയുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ്. ജീവിച്ച് കാണിച്ചത് അതുപോലെ പകർത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പൊ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണോ, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണോ, നമ്മുടെ ജീവിതം തന്നെ എങ്ങനെയാണോ, അത് കണ്ടിട്ടല്ലേ നമ്മുടെ കുട്ടികൾ വളരുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികൾ ഇപ്പം മെഡൽ മേടിച്ചു പോയി. ആ കുട്ടികളുടെ മനസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കുട്ടികളുടെ മനസ്സിലൊന്നുമില്ല, നിഷ്കളങ്കരാണ്. ഒഴിഞ്ഞ പാത്രമല്ലേ. ആ പാത്രത്തിലേക്ക് ചാണകം നിറക്കണോ നമുക്ക് തീരുമാനിക്കാം, നല്ല ബിരിയാണി നിറക്കണോ നമുക്ക് തീരുമാനിക്കാം. വി ക്യാൻ ഡിസൈഡ്. അതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നൊരു പ്രാർത്ഥനയില്ലേ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം, ദൈവമേ, പടച്ചോനെ, എൻ്റെ 2 പേർക്കും, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് എല്ലാ റഹ്മത്തും ബർക്കത്തും നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. കമാ എന്നാൽ എന്താണ് അതർത്ഥം? അതുപോലെ എന്നാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് തന്നതുപോലെ എന്നാണ്. അപ്പൊ എത്ര അളവിൽ ബർക്കത്തിന് നമുക്ക് അർഹതയുണ്ട് എന്ന് ഒന്നിങ്ങനെ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. വെറുതെ ഒന്നും നേടാൻ പറ്റൂല. വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക് എന്ന് സൈക്കോളജിയിൽ ഒരു പ്രയോഗമുണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് മാത്രമേ നമുക്ക് അർഹതയുണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ വൈകിട്ടില്ല. നമ്മുടെ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ്. അതാണ് അവരുടെ ബ്രെയിൻ നിറയെ. നമുക്കൊക്കെ എത്ര വയസ്സുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാര്, ആരോടും പറയണ്ട, വയസ്സാരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വയസ്സ് എത്രയായി എന്ന് ചിന്തിച്ചു നോക്കുക. അത്രയും കാലത്തെ വ്യത്യാസമുണ്ട് നമ്മുടെ കുട്ടികളുടെ ചിന്തകളും നമ്മളും തമ്മിൽ എന്നുള്ളതാണ് സത്യം. കാരണം അവർ പറന്നു വീണിരിക്കുന്നത് മൊബൈൽ ഫോണിന്റെ അത്യാധുനിക ടെക്നോളജികളുടെ കാലഘട്ടത്തിലേക്കാണ്. 5Gയിലേക്കാണ് അവർ ഇറങ്ങി എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും പിന്നെ അങ്ങനെയുള്ള അത്യാധുനിക ടെക്നോളജിയിലേക്കും ഒക്കെയാണ് നമ്മുടെ കുട്ടികൾ പറന്നു വീണിരിക്കുന്നത്. അവരുടെ ബ്രെയിൻ ഭയങ്കര സുശക്തമാണ്, സജ്ജമാണ്, ഭയങ്കര പവർഫുൾ ആണ്, നമ്മളെക്കാളേറെ. അപ്പൊ ഒരിക്കലും നമുക്ക് അവരോട് മാച്ച് ആവാൻ കഴിയില്ല. പക്ഷേ ഒരു സമാധാനമുള്ളത് എന്താന്ന് വെച്ചാൽ, പ്രതീക്ഷയുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം, ക്ഷമ, കാരുണ്യം, ആർദ്രത, സഹനം, ഷെയറിങ്, പ്രൊട്ടക്ഷൻ, കാത്തിരിപ്പ്, ഇത്തരം കാര്യങ്ങളില്ലേ, ഇതിനൊരിക്കലും എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും, എത്ര മറ്റുള്ള വെർച്വൽ ടെക്നോളജി വന്നാലും, എത്ര 3D പ്രിന്റിംഗ് ടെക്നോളജികൾ വന്നാലും ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതാകട്ടെ നമ്മുടെ ഉള്ളിലാകട്ടെ നിറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? ആണോ അല്ലേ? നമ്മളൊക്കെ പറയും നമ്മുടെ മക്കളോട് എനിക്ക് ഭയങ്കര പ്രണയമാണ്, സ്നേഹമാണ് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ പ്രകടനത്തിൽ അവർക്ക് കാണണ്ടേ? ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെക്കേണ്ട ഒരു സാധനമല്ലല്ലോ. പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്ന മുത്തുച്ചിപ്പി പോലെ എടുത്തു വെക്കേണ്ട കാര്യമല്ലല്ലോ സ്നേഹം. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഈ ലോകത്ത് യാതൊരു വാല്യൂമില്ല. പ്രവാചകന്റെ ഒരു കഥ നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു സദസ്സിലിരിക്കുമ്പോൾ ദൂരെ കൂടെ ഒരാൾ നടന്നു പോകുന്നു. പെട്ടെന്ന് അവരുടെ ആ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, പ്രവാചകരെ, ആ പോകുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല, വേഗം പോയിട്ട് പറയെന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് യാതൊരു വാല്യൂമില്ല. സ്നേഹം കൊടുക്കണം. നമ്മൾ ഒരു കാലത്ത് ഭയങ്കര സ്നേഹം കൊടുത്തിട്ടുണ്ട്. അവരിങ്ങനെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാണ്, എമ്പതറ്റിക്കലായിട്ട്. നമ്മുടെ കുട്ടി നമുക്ക് കണ്ണില്ലാത്ത കുട്ടിയായാലും കുഴപ്പമില്ല, കാലില്ലാത്ത കുട്ടിയായാലും കുഴപ്പമില്ല, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായാലും കുഴപ്പമില്ല, എൻ്റെ ജീവനാണ് എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, അല്ലേ? ആറ്റലായ പൈതലേ, ആരംഭ പൊന്നോമലേ, ആശയേകുമാമ്പലേ, അല്ല തന്ന
കാവലേ. നിങ്ങൾ ഹൃദയം തുറന്ന് പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങളുടെ മണിയറകളിലാവില്ല. അത് നിങ്ങളുടെ കുട്ടികളെ ഓർത്തിട്ട് ആ വലത് കയ്യോ ഇടത് കയ്യോ ഒക്കെ ഇങ്ങനെ ഗർഭപാത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും പാട്ട് പാടിയിട്ടുണ്ടാവും. മനസ്സറിഞ്ഞ് പാട്ട് പാടിയിട്ടുണ്ടാവും. കരളിൻ പൊലിവേ ഉറങ്ങ്, എൻ്റെ കൽക്കണ്ട തേനെ ഉറങ്ങ്, ഉമ്മാന്റെ നിധിയെ എൻ മോളുറങ്ങ്, ഉല്ലാസത്തേനെ എൻ മോനുറങ്ങ്. അല്ലാഹു തന്നൊരു നിധിയെ കനിയെ ആരോമൽ പൈതലുറങ്ങ്, എൻ്റെ ആരോമൽ പൈതൽ ഉറങ്ങ്. ഇതൊക്കെ നമ്മൾ പാടിയതാണ്. തീരെ പാടാത്ത വീണയും പാടും എന്നുള്ള പാട്ടിനെ വരികളെ അന്വർത്ഥമാക്കുന്ന സമയമാണ് നമ്മൾ പ്രഗ്നന്റ് ആയിട്ട്, നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയം. മരിക്കാൻ തയ്യാറാവും ആ സമയത്ത്. പിന്നെ എന്തേ ആ സ്നേഹത്തിന് നിങ്ങൾ പുതിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ നിങ്ങളെ മുന്നിൽ പൊലിപ്പിച്ച് കാണിച്ചിട്ടുള്ള മൊബൈൽ ഫോണിനും ഇൻസ്റ്റാഗ്രാമിനും വാട്സപ്പിനും പിന്നെ അതിലെ പരസ്യങ്ങൾക്കും അട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എന്തിനാണ് ഈ സ്നേഹത്തെ അടിയറ വെച്ചത്? എൻ്റെ സമാധാനത്തിന് എന്തിനാണ് കളയാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ഒരു സമയം മാത്രം കാണും അതിനു വേണ്ടി. മക്കളിങ്ങനെ വളരെ നമ്മൾ ആ ഓരോന്നും ആസ്വദിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ കുട്ടി ചിരിക്കുന്ന രീതിയിലല്ല കേട്ടോ നാളെ ചിരിക്കുക. ഇന്ന് നമ്മുടെ കുട്ടി കൊഞ്ചുന്ന രീതിയിലല്ല നാളെ കൊഞ്ച്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഇതിലിങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇന്നലകളിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇന്നലകളിലേക്ക് പോകാൻ പറ്റൂല. നാളെകളിലേക്ക് ഒറ്റയടിക്ക് ചാടി പോകാനും പറ്റൂല. നമുക്കാകെ പറ്റുന്ന ഒരു കാര്യം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ കുട്ടികളുടെ കളികളും ചിരികളും തമാശകളും കൊഞ്ചലും ഒക്കെയാണ് ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് സ്നേഹം തന്നെയാണ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്നാണ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. സ്നേഹത്തിക്ക് മീതെ ഒന്നുമേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സ്നേഹം എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ ആരായിരിക്കണം? നിങ്ങൾ പറയും, ആരായിരിക്കണം? ഉറക്കെ പറയണം. അമ്മമാരെ, ഉമ്മ ഉപ്പ രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ ഡ്യൂട്ടി. ഇവിടെ ഉമ്മമാരായതുകൊണ്ട് ഉമ്മമാരായിരിക്കണം എന്ന് ഞാൻ പറയാണ്, ഞാൻ ഒഴിഞ്ഞു മാറുന്നതല്ല. ഓക്കെ, അപ്പൊ സ്നേഹം പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? ഡ്രൈവിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കണം, ബ്രേക്ക് ചവിട്ടണം, ക്ലച്ച് ചവിട്ടണം, ആക്സിലേറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കാണാതെ പഠിച്ചിട്ട് ചിലപ്പോൾ അവന് A+ മേടിച്ചിരിക്കും ആ ഒരു സബ്ജക്റ്റിൽ, ഹൗ ടു ഡ്രൈവ് എ കാർ. ശരിയല്ലേ? പക്ഷേ ഒരു തിരക്കേറിയ റോഡിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് ഓടിക്കടാന്ന് പറഞ്ഞാൽ അവർക്ക് ഓടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ സ്നേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ എമ്പതറ്റിക്കലായിട്ടുള്ള സ്നേഹത്തെ, അതിന്റെ പ്രാക്ടിക്കൽ വശത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഡ്യൂട്ടിയും അതിന് കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയാണ് എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത ഒരു വേദന തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന്റെ ഒരു ഡ്യൂട്ടി, നഷ്ടപ്പെടാതിരിക്കരുത് എന്നുള്ളൊരു വാശി നമ്മൾ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഏറ്റെടുക്കണം. രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കണം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ വളരും, 10ാം ക്ലാസ് കഴിയും, +2 കഴിയും, ഏതെങ്കിലും കാപട്യത്തോട് കൂടിയിട്ടുള്ള ചിരിയും ഗിഫ്റ്റുകളും സംസാരങ്ങളും കൊഞ്ചലുകളും കാണുമ്പോൾ വാവ്, എന്തൊരു പ്രണയമാണ് എന്നോട്, എന്തൊരു സ്നേഹമാണ് എന്നോട്, ഇത് തന്നെ അല്ലയോ ഞാൻ തേടിയിരുന്ന സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടികളുടെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളും വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്നേഹം യഥാർത്ഥത്തിൽ നേരത്തെ ഗണേശൻ സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, നല്ല തൊടൽ എന്താണ്, മോശമായ തൊടൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും 2 പേർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കുണ്ട്, അച്ഛന്മാർക്കുണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ യഥാർത്ഥ വശത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ബിക്കോസ് അവർ ലൈഫ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, അവർ ഫാമിലി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി.
എൻ്റെ ഉത്തരവാദിത്തമാണ്. നാളെ ഇതേക്കുറിച്ച് സർവശക്തനായ തമ്പുരാൻ ചോദ്യം ചെയ്താൽ, ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹിറ്റ്ലർ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കശാപ്പ് ചെയ്ത ആളാണ്. മനുഷ്യരെ എങ്ങനെ കൂട്ടത്തോടെ കൊല്ലപ്പെടുത്താം എന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഗ്യാസ് ചാമ്പറുകൾ പോലെയുള്ള ഏകാന്തമായിട്ടുള്ള ഗുഹകൾക്ക് സമാനമായിട്ടുള്ള ഇരുട്ടറകൾ വരെ സൃഷ്ടിച്ച ആളാണ് ഹിറ്റ്ലർ. ലോകത്തൊരിടത്തും നല്ല വേദികളിൽ നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹിറ്റ്ലറുടെ പേര് ഉച്ചരിക്കാറില്ല. നമ്മൾ ഇതൊരു ഇൻസൈറ്റിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഹിറ്റ്ലർ മരിക്കുന്നതിന് മുമ്പ് മെയിൻ കാംപ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എഴുതി. ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുമാണ് ഞാൻ ഇങ്ങനെ ഒരു മഹാക്രൂരനായി തീരാൻ കാരണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്താണോ നമ്മൾ ഏത് സാഹചര്യമാണോ വളരാൻ കൊടുക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ അധ്യാപകർ ഭൗതികവും മതവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടി എങ്ങനെ നല്ല പൗരനായി തീരണം, ഒരു കുട്ടി ഈ നമ്മുടെ അക്കാദമിക്കലായിട്ട് എങ്ങനെ വിജയിക്കണം എന്നുള്ളതോടൊപ്പം തന്നെ ജീവിതത്തിലും എങ്ങനെ വിജയിക്കണം എന്നുള്ളതിന് വേണ്ട നല്ല ശിക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ ക്യാമ്പസിൽ. അത് മാത്രം പോരല്ലോ. കുട്ടി ഏറ്റവും കൂടുതൽ ആ കുട്ടിയുടെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള മുഖം, ആ കുട്ടിയുടെ വളരെ കുട്ടിത്തപരമായിട്ടുള്ള മുഖം, പെരുമാറ്റം ഒക്കെ നമ്മുടെ വീടുകളിലാണ് ഉണ്ടാവുക. സ്കൂളിലേക്ക് വരുമ്പോൾ ആ കുട്ടി യൂണിഫോം ഇട്ട് ഏറ്റവും നല്ല പക്വമായിട്ടുള്ള രീതിയിൽ നിൽക്കാനാണ്. ഒരിക്കലും ആ കുട്ടിയുടെ എല്ലാ ഭാവങ്ങളും സ്കൂളുകളിൽ പ്രകടമാവില്ല. ക്ലാസ് റൂമുകളിൽ ഉണ്ടോ? തോന്നുന്നുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ കളിയും ചിരിയും തമാശകളും കൊഞ്ചലും എല്ലാം കൂടുതലായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ വീടുകളിലാണ്. അപ്പൊ അത് ആസ്വദിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആളുകളില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വല്ലാത്ത നിരാശയുണ്ടാവും. ഞാൻ നിരാശയിലാണ് കഴിയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോഴാണ് ഇന്ന കുട്ടി ഇന്ന കാരണം കൊണ്ട് നിരാശയിലാണ്, ഇന്ന വ്യക്തി ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, ദേഷ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതില്ലാത്ത ആളുകൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടികളെ നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ സ്നേഹം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്നേഹം പ്രാക്ടിക്കലായിട്ട് കാണിക്കണം. ഈ അടുത്ത് വളരെ വയസ്സായിട്ടുള്ള ഒരാൾ ഒരു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിമനോഹരമായിട്ടുള്ള ഒരു മൈലാഞ്ചി ചെടിയുണ്ട്. ഈ മൈലാഞ്ചി ചെടിയും കയ്യിലേന്തി അദ്ദേഹം അതിങ്ങനെ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇലകളൊക്കെ പുറത്തേക്ക് കാണാം. അദ്ദേഹം മൈലാഞ്ചി ചെടി കയ്യിലേന്തി ബസ്സിൽ കയറാൻ വേണ്ടി വന്നു. ക്ലീനർ അദ്ദേഹത്തെ സഹായിച്ചു, ഒരു സീറ്റിലിരുത്തി. അദ്ദേഹത്തിന്റെ മട്ടും ഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ഏറ്റവും പ്രിയപ്പെട്ട ആർക്കോ ആണ് ആ മൈലാഞ്ചി ചെടി കൊണ്ടുകൊടുക്കുന്നത് എന്ന്. കാരണം ആ മൈലാഞ്ചി ചെടിയെ നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്, അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട്, അത് നിലത്തൊന്നും വെക്കുന്നില്ല. അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ 2 കൈകളിലും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഈ കുട്ടി തൻ്റെ കയ്യിലെ മൈലാഞ്ചിയിലേക്കൊന്ന് നോക്കും, ആ മൈലാഞ്ചി ചെടിയിലെ ഇലകളിലേക്കും ഒന്ന് നോക്കും. ഈ വൃദ്ധനായ മനുഷ്യൻ ആ കുട്ടിയെ നോക്കിയപ്പോ കൗതുകത്തോടെ താല്പര്യത്തോടെ മൈലാഞ്ചി ചെടിയിലേക്ക് ഈ കുട്ടി നോക്കുന്നത് കണ്ടു. ഇദ്ദേഹം ചോദിച്ചു, മോൾക്ക് ഇത് ഇഷ്ടായോ? മോൾക്ക് വേണോ? ആരാ നിന്റെ കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ് തന്നേ എന്ന് ചോദിച്ചു. എൻ്റെ ഉമ്മയാണ് എന്ന്. അപ്പോ മോൾക്ക് ഇത് വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ട, വല്യപ്പ ഇത് ആർക്കാ കൊണ്ടു കൊടുക്കണേ എന്ന് ചോദിച്ചു. ഞാൻ വല്യമ്മക്ക്, മുത്തശ്ശിക്ക്, എൻ്റെ ഭാര്യക്ക് കൊണ്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതോടുകൂടി ഈ ബസ്സിലുള്ള മുഴുവൻ ആളുകളുടെയും രൂപം ഭാവം ഒക്കെ ഇങ്ങനെ മാറി. ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എത്ര സ്നേഹസമ്പന്നയായിരിക്കും ഈ പ്രായത്തിലും ഇദ്ദേഹത്തിൽ നിന്ന് ഒരു മൈലാഞ്ചി ചെടി സമ്മാനമായി മേടിക്കാൻ ഭാഗ്യം ചെയ്ത ആ പുണ്യവതിയുടെ സ്നേഹം എത്ര വലുതായിരിക്കും. ഈ മനുഷ്യൻ അവർക്കൊരു മൈലാഞ്ചി ചെടി കൊണ്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ഇയാൾ എത്ര നല്ല സ്നേഹസമ്പന്നനായിരിക്കും എന്നൊക്കെ ചിന്തിക്കുക. 2 പേരെ പറ്റിയിട്ടും ഇതാണ് സ്നേഹം. സ്നേഹത്തിന്റെ ചെറിയൊരു അടയാളങ്ങൾ മതി പെട്ടെന്ന് അന്തരീക്ഷത്തിലൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ഈ കുട്ടിയുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഇറങ്ങാൻ സ്ഥലമായപ്പോ ഈ കുട്ടിയുടെ മടിയിൽ നിർബന്ധപൂർവ്വം ഈ മൈലാഞ്ചി ചെടി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോള് വീട്ടിൽ കൊണ്ടുപോയിട്ട് നടണം, എന്നിട്ട് അതിലുള്ള മൈലാഞ്ചി അരച്ച് പെരുന്നാളൊക്കെ വരുമ്പോൾ കയ്യിൽ അണിയണം, വീട്ടുകാരോടൊക്കെ പറയണം നിനക്ക് ഒരു വല്യപ്പ തന്നതാണ്, വല്യപ്പാക്കും വല്യമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഇയാൾ ഇറങ്ങിപ്പോയി. ഈ കുട്ടി പറയുന്നുണ്ട് ഇത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇയാൾ നിർബന്ധപൂർവ്വം മടിയിൽ വെച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി.
ബസ് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടിയിട്ട് ബസ്സിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു പഴയ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതാണ് കാണുന്നത്. പണ്ടെങ്ങോ മരണപ്പെട്ടു പോയ ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ ഖബറിടത്തിൽ വെക്കാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോവുകയാണ് ഇയാൾ. സ്നേഹം ഒരിക്കലും മരിക്കൂല. സ്നേഹം മരിക്കുന്നുണ്ടെങ്കിൽ 1500-400 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ ഒരു മഹാ ചരിത്ര പുരുഷനെ കുറിച്ച് നമ്മുടെ ഹൃദയം ഇറങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ല, സ്നേഹം മരിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ എത്ര കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരാണെങ്കിലും അവരെ ഓർക്കുന്നത് അവരോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. അതുപോലും നഷ്ടപ്പെടുന്ന, അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പുതിയ കൗമാരവും യൗവനവും ഒക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു ശതമാനം കാരണക്കാര് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്തായിരുന്നു? സ്നേഹം, അല്ലേ? സ്നേഹത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സമയക്കുറവുകൊണ്ട് ഞാനത് അടുത്ത ഭാഗത്തേക്ക് പോകും. രണ്ടാമത്തത് ക്ഷമയാണ്. ക്ഷമിക്കാൻ കഴിയണം. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് സ്നേഹമില്ലായ്മയോട് കൂടിയിട്ട് ക്ഷമയില്ല എന്നുള്ളതാണ്. അമ്മമാര് വന്ന് കുട്ടികളെ കൊണ്ട് കൗൺസിലിങ്ങിന് വരും. സാറേ, ഇന്നലെ എന്നെ ഇവൻ കത്തി കൊണ്ട് കുത്താൻ വന്നു, അല്ലെങ്കിൽ ചട്ടിയും കലവും കൂടെ കറിയെല്ലാം ചേർത്തിട്ട് വലിച്ചെറിഞ്ഞു, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇന്നലെ ഈ കുട്ടി. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി എന്തെങ്കിലും ഒരു ബിഹേവിയർ, ഒരു പെരുമാറ്റം നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് എവറിത്തിങ് ദർ ഇസ് എ റീസൺ. ഒരു കാരണം ഉണ്ടായിരിക്കും. ഒരാൾ നമ്മളോട് ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ഒരാൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ഒരാൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കും. അപ്പൊ ആ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കാരണത്തിനാണ് ചികിത്സ വേണ്ടത്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനടിച്ചാക്ഷേപിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റപ്പെടുത്തുകയും എല്ലാവരെയും വിളിച്ച് ഈ പ്രശ്നത്തെ വലിയ പർവ്വതീകരിച്ചിട്ട് ആ കുട്ടിയെ ഇകഴ്ത്തുകയും ചെയ്യുമ്പോൾ നമ്മളും കുട്ടിയും തമ്മിലുള്ള അകൽച്ച കൂടിക്കൊണ്ടേയിരിക്കും. ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത്, ക്ഷമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? മക്കം ഫത്ഹ് പഠിച്ചാൽ പോരെ? ക്ഷമയുടെ മൂർത്തിമത് ഭാവത്തെ നമുക്ക്, മക്കം ഫത്ഹ് എന്താന്ന് നമ്മുടെ കുട്ടികൾക്ക് ഈ ക്യാമ്പസിൽ പഠിക്കുന്നത് കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, അപ്പോഴാണ് നമുക്ക് ഇത്തരം ക്യാമ്പസുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ക്ഷമ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. 1972 വിയറ്റ്നാമിൽ ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് ഇതുപോലുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ടിന്റെ മുറ്റത്തിരുന്ന് ഏതാനും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിങ് ഫ്യൂക്ക് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. 10 വയസ്സാണ് ആ കുട്ടിക്ക് അന്ന് പ്രായം. പെട്ടെന്ന് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ വന്ന് നിറച്ചങ്ങ് ബോംബിട്ടു. ഒരുപാട് കുട്ടികളും സാധാരണക്കാരും സൈനികരും ഒക്കെ വെന്ത് മരിച്ചു. ഈ കുട്ടിയുടെ, കിം ഫ്യൂക്ക് എന്ന് പറയുന്ന കുട്ടിയുടെ ഉടുപ്പിനങ്ങ് തീ പിടിച്ചിട്ട് കത്തിയാളുന്ന മനുഷ്യരൂപമായിട്ട് ഈ കുട്ടി സ്കൂൾ ഗ്രൗണ്ടിലൂടെ ഓടുകയാണ്. ഒരാൾക്കും ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം ആര് ചെന്ന് തൊട്ട് കഴിഞ്ഞാലും ആ കുട്ടിയുടെ കൂടെ ഇയാളും ഈ ചെല്ലുന്ന ആളും സ്വാഭാവികമായിട്ടും പൊള്ളലേക്കും. എങ്ങനെയോ ആ കുട്ടിയുടെ ആത്മധൈര്യം കൊണ്ട് തൻ്റെ ഉടുപ്പുകളും വസ്ത്രങ്ങളൊക്കെ കീറി വലിച്ചെറിഞ്ഞു. മേലാസകലം 99% പൊള്ളലേറ്റ ഈ കുട്ടി എവിടെയും ഒന്ന് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. കാലിന്റെ അടി പോലും വെന്ത് ഇങ്ങനെ നീരൊലിക്കുമ്പോൾ ഈ കുട്ടി നടക്കാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ, നിൽക്കാൻ പറ്റാതെ, ആർക്കെങ്കിലും ഒരാൾക്ക് പോയിട്ട് ആ കുട്ടിയെ പിടിക്കാനും പറ്റുന്നില്ല. കാരണം മുറിവുള്ള ഭാഗത്തെ പിടിക്കാൻ പറ്റുമോ? ഈ കുട്ടി ഇങ്ങനെ ഓടി വരുന്നത്. ഈ കുട്ടി, ജാക്ക് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, ഈ കുട്ടി ഇങ്ങനെ നഗ്നയായിട്ട് ആകെ പൊള്ളലേറ്റ ശരീരം കൊണ്ട് ഓടി വരുന്ന ചിത്രം പകർത്തി അതിന് പിറ്റേ വർഷത്തെ പുലിസ്റ്റർ സമ്മാനമൊക്കെ കിട്ടി. ഈ കുട്ടിയുടെ മുഴുവൻ ചെലവും വിയറ്റ്നാം ഗവൺമെന്റ് ഏറ്റെടുത്തു. വളർന്നു ഈ കുട്ടി. ഏകദേശം ഒരു 10-22 വയസ്സായപ്പോ ഈ കുട്ടിയെ യുനെസ്കോയുടെ വേൾഡ് പീസ് അംബാസഡറായിട്ട് തെരഞ്ഞെടുത്തു. നോക്കണേ, ഈ കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തത് അന്നത്തെ ബോംബിംഗ് ആണ്. മേലാസകലം പൊള്ളലേറ്റതിന്റെ പാടുകളാണ്. സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. ആകെ വല്ലാത്തൊരു വിരൂപിയായിട്ടാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം ഇപ്പോൾ. യുനെസ്കോയുടെ വേൾഡ് പീസ് അംബാസഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഈ കുട്ടി ഒരു ദിവസം അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുന്ന വെറ്ററൻസിന്റെ റിട്ടയർഡായ പട്ടാളക്കാരുടെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
സംസാരിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ വയസ്സായ ഒരു 10-65 വയസ്സ് പ്രായം തോന്നുന്ന ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ ഇങ്ങനെ പതിയെ വേദിയിലേക്ക് കയറി വന്നു. എന്നിട്ട് ഈ കുട്ടിയുടെ കാലിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, മോളെ, എൻ്റെ കഥ കേട്ടാൽ സ്വാഭാവികമായിട്ടും നീ നിന്റെ കാലുകൾ കൊണ്ട് എന്നെ തൊഴിക്കും, തീർച്ചയായിട്ടും നീ എന്നെ വെറുക്കും. കാരണം അന്ന് നിന്റെ മേൽ ബോംബുകൾ വർഷിച്ച ആ ബോംബർ വിമാനത്തിന്റെ പൈലറ്റ് ഞാനായിരുന്നു. മോളെ, നിനക്ക് എന്നോട് വെറുപ്പില്ലേ എന്ന് ചോദിച്ചു. ഈ കുട്ടി ഇത് കേട്ടപാടെ അത്ഭുതത്തോടു കൂടിയിട്ട് ആ മനുഷ്യനിങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് മുഖത്ത് തുരുതുരാ ഉമ്മ കൊടുത്തിട്ട് പറയാണ്, ചേയ്, ഒരിക്കലുമില്ല. നിങ്ങളോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിൽ, വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നിലയിലേക്ക് ഉയരുമായിരുന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളത്. നമ്മൾ ഒരാളോടൊരു ദേഷ്യവും വെറുപ്പും സങ്കടവും ദേഷ്യം, പ്രത്യേകിച്ച് ദേഷ്യം വെറുപ്പും ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിങ്ങനെ കൺജസ്റ്റഡ് ആവുകയാണ് ചെയ്യുക. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. നമുക്കൊരു സമാധാനവും ഉണ്ടാവില്ല. നമ്മൾ ഈ മറ്റുള്ളവരോട് പൊറുക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും തയ്യാറാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ഒരു ഫീലാണ്. ഹൃദയം വിശാലമാവുകയാണ്. ഹൃദയം വിശാലമാക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം മനസ്സിൽ വിചാരിക്കും, അവൾക്കൊരിക്കലും ഞാൻ പുറത്തു കൊടുക്കൂല, ഇയാൾക്കൊരിക്കലും പുറത്തു കൊടുക്കൂല എന്ന്. പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥം എന്ന് ഒരു പുനർവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കും. ഇത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. പീപ്പിൾ മേ ഡൗട്ട് വാട്ട് യു സേ, ദേ വിൽ ബിലീവ് വാട്ട് യു ഡു എന്നാണ്. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, അയാളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അമ്മമാരെ ആ കുട്ടികളെ അനുകരിക്കുകയാണ് ചെയ്യുക. ഒത്തിരി ഞണ്ടുകൾ ഇങ്ങനെ ഒരു കടപ്പുറത്തോടെ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് മുന്നിൽ അമ്മ ഞണ്ടാണ്. പെട്ടെന്ന് അമ്മ ഞണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാ കുഞ്ഞു ഞണ്ടുകളും ഇങ്ങനെ ചെരിഞ്ഞല്ലേ നടക്കുക. കണ്ടിട്ടില്ലേ നിങ്ങൾ? കുഞ്ഞു ഞണ്ടുകൾ ചെരിഞ്ഞല്ലേ നടക്കുക, നേരെയല്ലല്ലോ. ചെരിഞ്ഞ് നടക്കുന്ന ഞണ്ടുകളെ കണ്ടിട്ടുണ്ടാവുന്നില്ല. അപ്പം അമ്മ ഞണ്ട് നേരെ കുട്ടികളോട് ചോദിച്ചു, എന്തടാ എല്ലാവരും ചെരിഞ്ഞ് നടക്കുന്നേ, നേരെ നടന്നൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു കുഞ്ഞു ഞണ്ട് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നേരെ നടക്കുക എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അമ്മ നടക്കുന്നത് പോലെയാണല്ലോ ഞങ്ങൾ നടക്കുന്നത്. അപ്പോ അമ്മ ഞണ്ട് 2 സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് നോക്കി. ശരിയാണല്ലോ, ഞാനും ഇങ്ങനെയാണല്ലോ. അപ്പൊ പെട്ടെന്ന് നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു ഐഡിയ ആ ഞണ്ടും പ്രയോഗിച്ചു എന്നാണ്. നേരം വൈകിയത് കണ്ടില്ലേ, ഇപ്പൊ മഹരിബാൻ കൊടുക്കും, വേഗം പോരെടാ വീട്ടിലേക്ക്, സബ്ജക്റ്റ് മാറ്റിക്കളഞ്ഞു. ഇതാണ് കാര്യം. ഇതൊക്കെ ഇപ്പൊ നമുക്ക് നടക്കും. കാരണം എന്താ? നമ്മുടെ കുട്ടികൾ നിസ്സഹായരാണ്. നമ്മളോട് എതിരിടാനുള്ള കായിക ബലം അവർക്കില്ലല്ലോ, അറിവും പക്വതയും എക്സ്പീരിയൻസും വന്നിട്ടില്ലല്ലോ. പക്ഷെ ഒരു നാള് വരും, അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും, എനിക്ക് ബാല്യത്തിൽ കിട്ടിയിട്ടുള്ള ശിക്ഷണം പോരായിരുന്നു എന്ന്. അങ്ങനെ വരുമ്പോ അത് അപകടമാണ്. അപ്പം എങ്ങനെ മറക്കാനും പൊറുക്കാനുമുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ക്ഷമ എന്നുള്ള കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. പണ്ട് ഒരു LP സ്കൂളിലെ അധ്യാപിക വളരെ രസകരമായിട്ടുള്ള ഒരു അസൈൻമെന്റ് കുട്ടികൾക്ക് കൊടുത്തു. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരൊന്ന് കൈപൊക്കി. ഇവിടെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ, വെരി ഗുഡ്, ഓക്കെ. നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ച്, വെരി ഗുഡ്. അപ്പം ഈ അമ്മമാർക്ക് കൊടുത്ത, ഈ കുട്ടിക്ക് ടീച്ചർ കൊടുത്ത അസൈൻമെന്റ് എന്താണെന്നറിയോ? ഒരു വെള്ളിയാഴ്ചയാണ് കൊടുത്തത്, ശനിയും ഞായറും ലീവാണ്, 2 ദിവസം ബാക്കിയുണ്ട് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഈ 2 ദിവസം നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീടുകളല്ലാത്ത മറ്റ് വീടുകളിൽ പോയിട്ട് 10 പേരെ കാണണം. 10 പേരെ കാണണം. എന്നിട്ട് ഈ 10 പേരോടും പറയണം 3 കാര്യങ്ങൾ. ഒന്ന്, പ്ലീസ് ബി പേഷ്യന്റ്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളുടെ കഴിവിലും നിങ്ങൾക്ക് സർവശക്തനായ തമ്പുരാൻ തന്നിട്ടുള്ള നിയമത്തിലും അഭിമാനത്തോടെ ഇരിക്കണം. ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, അതിൽ വിശ്വാസം വേണം. 3, ഐ ലവ് യു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? 2 സ്കില്ലുകൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് പീപ്പിൾ സ്കില്ലാണ്, ആളുകളോട് ഭംഗിയായി സംസാരിക്കാനുള്ള കഴിവാണ്, കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള. നമ്മുടെ കുട്ടികളൊക്കെ തല കുനിച്ച സമൂഹം എന്നാണ് പുതിയ ജനറേഷനിലെ കുട്ടികളെ പറ്റി പറയുന്നത്. അത് നമ്മൾ തന്നെയാണ് കാരണം. തല കുനിച്ചിരിക്കുകയാണ്, ആളുകളെ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ മുഖത്ത് നോക്കി സംസാരിക്കാൻ കുട്ടികൾക്ക് പലപ്പോഴും കഴിയാറില്ല. 2, ഈ രണ്ടാമത്തെ സ്കില്ല് സോഷ്യൽ സ്കില്ലാണ്. ഒന്നാമത്തെ സ്കില്ല് ഞാൻ പറഞ്ഞത് പീപ്പിൾ സ്കിൽ, ആളുകളോട് 1 to 1 ആയിട്ട് സംസാരിക്കാൻ പറ്റണം. സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലെ ഉള്ള ആളുകളാവാൻ പറ്റണം, ഒരു ടീമിലെ മെമ്പർ ആവാൻ പറ്റണം. ഈ സ്കൂളിൽ ഒരുപാട് അധ്യാപകരുണ്ടായിരിക്കും.
ആ അധ്യാപകർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ സ്കൂൾ ഇത്രമേൽ ഭംഗിയായി ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സോഷ്യൽ സ്കില്ലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടിക്കും ഒരു ടീം മെമ്പറായിട്ട് നന്നായിട്ട് ശോഭിക്കാൻ പറ്റണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ അധ്യാപിക കുട്ടിക്ക് ഇങ്ങനെ ഒരു അസൈൻമെന്റ് കൊടുത്തത്. 3 കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്നെന്താണ്? പ്ലീസ് ബി പേഷ്യന്റ്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങൾക്ക് ദൈവം തന്ന നിയമത്തിൽ നന്ദി വേണം. മൂന്നാമത്തത് എന്താണ്? ഐ ലവ് യു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് കുട്ടിയോട്. അങ്ങനെ ഈ കുട്ടി വൈകുന്നേരം വീട്ടിലെത്തി. ഉപ്പാനെ വിളിച്ചു. ഉപ്പ ഷോപ്പിലാണ്. രാത്രി ഒരു 8 മണിയായപ്പോൾ ഉപ്പ വന്നു. ഉപ്പയും കുട്ടിയും കൂടെ ഒരു സ്കൂട്ടറിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. സൂപ്പർ മാർക്കറ്റിൽ പോയി. ഉപ്പാന്റെ കൂട്ടുകാരായിട്ടുള്ള മുതിർന്ന ആളുകളോടൊക്കെ ഈ കുട്ടി ഇത് പറഞ്ഞു. 9 പേരെ കിട്ടി. 9 പേരെ കിട്ടി. എത്ര പേരാ വേണ്ടത്? 10 പേര് വേണം. 10ാമതൊരാളെ ഇത് പറയാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഉള്ള ആരെയും കണ്ടില്ല. അപ്പൊ ഈ കുട്ടിയും ഉപ്പയും ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. ഏകദേശം ഇവരുടെ വീട് എത്താറായപ്പോ ഒരു 4 വീട് അപ്പുറത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവര് വിധവയാണ്. ഇവരുടെ ഒരു അകന്ന ബന്ധുവാണ്. ഈ കുട്ടി പറഞ്ഞു, ഉപ്പ നമുക്ക് ആ അമ്മായിയുടെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞാലോ? അവരൊറ്റയ്ക്കല്ലേ, അവരൊന്ന് കാണും ചെയ്യാം. ഓക്കെ ശരി. ഉപ്പ വണ്ടി നിർത്തി. ഈ കുട്ടി വീടിന്റെ മുറ്റത്തേക്കുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെ ഭയങ്കര വേഗത്തിൽ ഇങ്ങനെ ഓടി ഓടി കയറി നേരെ സിറ്റ് ഔട്ടിലെത്തിയിട്ട് ഒരു കൈ കൊണ്ട് കോളിംഗ് ബെല്ലിങ്ങനെ തുരുതരാടിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റു കൈ കൊണ്ട് കഥകളിങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളല്ലേ. അപ്പൊ വേഗത്തില് ഈ കാര്യം അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. കുറെ സമയം കഥകളിങ്ങനെ തട്ടി കോളിംഗ് ബെല്ലടിച്ചപ്പോ അതിൽ നിന്ന് ഒരു സ്ത്രീ, ഏകദേശം ഒരു 10-65 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പാവം സ്ത്രീ ആ വീട്ടിൽ നിന്ന് കതക് തുറന്ന് പുറത്തേക്ക് വന്നു. ഈ കുട്ടിയെ കണ്ടു. കുട്ടി പറഞ്ഞു, അമ്മായി, എന്റെ ടീച്ചർ എനിക്കൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പേരൊന്ന് എൻ്റെ പേപ്പറിൽ എഴുതാനും വേണ്ടിയിട്ടാണ് ഞാൻ വേഗം പോവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി അമ്മായി ഈ ലേഡിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പ്ലീസ് ബി പേഷ്യന്റ്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം കേട്ടോ. നിങ്ങൾ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളിൽ വിശ്വസിക്കണം, അത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഐ ലവ് യു ആൻറ്റി, അമ്മായി എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ 2 കൈകൾ കൊണ്ട് ഈ കുട്ടീനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് മുഖത്ത് തുരുതുരാ ഉമ്മ കൊടുക്കുകയാണ്. സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്തുന്നില്ല. എന്ത് പറ്റി എന്ന് ഈ കുട്ടിയുടെ അച്ഛനും ഉപ്പയും ഈ കുട്ടിയും കൂടെ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും ഈ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇവരെ 2 പേരെയും അകത്തേക്കുള്ള വാതിൽ ഇങ്ങനെ തുറന്നിട്ട് കൂട്ടിക്കൊണ്ടേയിട്ട് നോക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ ഫാനിൽ ഒരു കയറ് തൂങ്ങുന്നുണ്ട്. അതിൻ്റെ അറ്റത്തൊരു കുരുക്കുണ്ട്. അതിൻ്റെ താഴെ 2 സ്റ്റൂളുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. അവർ പറയാണ്, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ച് ഈ സ്റ്റൂളിൽ ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മകള് മാലാഖയെപ്പോലെ എന്നെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്ന കാര്യം, ക്ഷമ എന്താണ് എന്നുള്ളത് പ്രാക്ടിക്കലി അറിയില്ലല്ലോ കുട്ടികൾക്ക്. അറിയണ്ടേ? ഇത് കാണിച്ചു കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് പറയൂ? നമുക്കാണ് അല്ലേ? മൂന്നാമത്തൊന്നാണ് നന്ദി എന്നുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ്. സ്നേഹം, ക്ഷമ, നന്ദി. മൂന്നാമത്തെ ലൈൻ ശക്കർത്തും ലസീദന്നക്കും എന്ന് പറയുന്നിട്ട് ഒരു പ്രയോഗമുണ്ട്, കേട്ടിട്ടുണ്ടാവുന്നില്ല. എന്തിൻ്റെ പേരിലാണോ നമ്മൾ നന്ദി പറയുന്നത്, മനസ്സിൽ നന്ദി നിറക്കുന്നത്, അത് 1000 മടങ്ങായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്തിൻ്റെ പേരിലൊക്കെ നന്ദി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്കും ഞാനൊരു അസൈൻമെന്റ് തരാൻ ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു കൈപൊക്ക്. എന്നാ ഞാൻ പറഞ്ഞുതരാം. ആര് റെഡി? 2-3 ആളുകൾ റെഡിയില്ല. എല്ലാവരും റെഡിയാണെങ്കിൽ പറഞ്ഞുതരാം. കൈ കെട്ടിയിരുന്നാലൊന്നും ശരിയാവില്ല. കുട്ടികളോട് സംസാരിക്കുമ്പോൾ കൈ കെട്ടിയിരുന്നാൽ എന്താ സംഭവം എന്ന് അറിയുന്നത്? കൈ കെട്ടിയിരുന്നാൽ മനസ്സും ശരീരവും ലോക്ക്ഡ് ആണെന്നാണ് അർത്ഥം. ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. ഈ വേണമെങ്കിൽ പറഞ്ഞിട്ട് എൻ്റെ സമയം കഴിഞ്ഞിട്ട് പോയിക്കടാ, ഞാനിവിടെ ഇരിക്കും. ഇതാണ് ആറ്റിറ്റ്യൂഡ്. കുട്ടികൾ ശ്രദ്ധിച്ചാൽ അറിയാം. അമ്മമാർ ഉപദേശം, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? അത് മനസ്സിലാക്കണം. എന്താണ് ഉപദേശങ്ങളല്ല കുട്ടികൾക്ക് വേണ്ടത്. എന്താണ്? ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരോട് സംസാരിക്കണം. ചേർത്ത് പിടിക്കേണ്ടി വരും.
തോളിൽ തട്ടേണ്ടി വരും, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടി വരും, ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. അതിനൊക്കെ നല്ല ക്ഷമയും സമയവും കണ്ടെത്തേണ്ടി വരും. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നന്ദി. നന്ദിയില്ലാത്ത ജീവിതത്തിന് എന്തർത്ഥം അല്ലേ? അർത്ഥമുണ്ടോ? ഇല്ല. നമ്മൾ എന്തിനോടൊക്കെ നന്ദി പറയണം ശരിക്കും? ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ 2 കാലുകളോടും എനിക്ക് നന്ദി വേണം. കാലുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്, ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ കാലുകളോട് സ്നേഹത്തോടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെന്ന പോലെ എൻ്റെ കാലുകളെ ഞാൻ പരിചരിക്കുകയും ദൈവം തന്ന വലിയ നിയമത്തായിട്ട് ഞാൻ അതിനെ കാണുകയും താങ്ക് യു മൈ ഡിയർ ലെഗ്സ്, എൻ്റെ കാലുകളോട് നന്ദി എന്ന് ഞാൻ പറയണം എന്നാണ്. നന്ദി അറിയിക്കണം. എൻ്റെ കിഡ്നികളും ഉമ്മാൻ്റെ ഗർഭപാത്രം മുതൽ മിടിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഹാർട്ട്. ഇന്നവരെ ഒരൊറ്റ നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും സ്റ്റില്ലായിട്ട് സ്റ്റക്കായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ കിഡ്നികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ലങ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനോടൊക്കെ ഒരു നന്ദിയും കടപ്പാടും വേണ്ടേ? എൻ്റെ കൈകളോട് നന്ദി വേണ്ടേ? എൻ്റെ ബ്രെയിനോട് നന്ദി വേണ്ടേ? നിങ്ങളെ ബ്രെയിനോട് നിങ്ങൾക്ക് നന്ദി വേണ്ടേ? വേണ്ടേ? ഞാൻ വസിക്കുന്ന ഭൂമിയോടും നമ്മുടെ വീടിനോടും പൂക്കളോടും പുഴകളോടും പൂമ്പാറ്റകളോടും പൂത്തുമ്പികളോടും ഈ അണ്ടകടാഹത്തോടും ഇതെല്ലാം പരിപാലിച്ച, അങ്ങനെയാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ നന്ദിയും കരുണയൊക്കെ കാണിക്കറ. അപ്പോഴാണ് സർവശക്തനായ തമ്പുരാന്റെ നന്ദിയും കാരുണ്യവും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് സർവശക്തനായ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സൈക്കോളജിയിൽ പറയുന്നു. ഈ 3 കാര്യം സൈക്കോളജിയിൽ അണ്ടർലൈൻഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്പർ 1 സ്നേഹം. ഇതിന് നമുക്ക് മതപരമായിട്ടുള്ള അടിത്തറയില്ലേ? യെസ് ഓർ നോ? ഇല്ലേ? ശരിക്കും ഇല്ലല്ലോ. 2 ക്ഷമ. ക്ഷമ ശരീരത്തിന്റെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്ഷമക്ക് ശരീരത്തിൽ തലയുടെ സ്ഥാനമാണെന്ന്. തലയില്ലാത്തവന് ശരീരമില്ല, ക്ഷമയില്ലാത്തവന് ഈമാനുമില്ല. അങ്ങനെ ഒരു പ്രയോഗമില്ല. ക്ഷമയില്ലാത്തത് തന്നെയല്ലേ ലോകത്തെ എല്ലാ അക്രമങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം. കയറി കയറി എങ്ങനെ പോവും. വാശിയാണ്, വൈരാഗ്യം. ക്ഷമയില്ലാതെ സംസാരിക്കുന്ന ആളുകളുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഉയർന്നിരിക്കും. സ്നേഹത്തോടെ സംസാരിക്കുന്ന 2 ആളുകളാണെങ്കിൽ ഹൃദയങ്ങൾ പരസ്പരം കേൾക്കും. അതുകൊണ്ട് പതുക്കെ സംസാരിക്കുള്ളൂ. ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴല്ലേ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കാൻ നമ്മൾ, അല്ലേ? കാരണം എന്താ? ഹൃദയങ്ങൾ തമ്മിൽ അകന്നിരിക്കണം. അതാണ് കാര്യം. അപ്പോൾ ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷമ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ലാസ്റ്റ് പറഞ്ഞു. നന്ദിയെ പറ്റി ഇങ്ങനെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, നമ്മൾ ഇത്രയും കാലം കഴിച്ച ഭക്ഷണങ്ങളോട് നന്ദി, അത് കൃഷി ചെയ്ത ആളുകളോട് നന്ദി വേണ്ടേ? അത് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ച ആളോട് നന്ദി വേണ്ടേ? അത് പാചകം ചെയ്ത ആളുകളോട് വേണ്ടേ? അത് പാചകം ചെയ്ത ആൾക്ക് അത് പാചകം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തോട് നന്ദി വേണം. പാത്രങ്ങളോട് നന്ദി വേണം. നമ്മുടെ മക്കളോട് നന്ദി വേണം. അധ്യാപകരോട് നന്ദി വേണം. ഈ സ്ഥാപനത്തോട് നന്ദി വേണം. സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും എല്ലാറ്റിനോടും നന്ദി വേണം. എന്നിട്ട് ഈ നന്ദിയൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് വേണം അവസാനമാണ് സർവശക്തനായ നന്ദി. ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആള് എന്നുള്ള ലെവലിൽ മനസ്സിലാക്കുമ്പോൾ അതാണ് ആലമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലം എന്ന് പറയുമ്പോൾ എന്തായി? ആലം എന്ന് പറയുമ്പോൾ ലോകങ്ങൾ, ഫുൾ ലോകം. ഭൂമി മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊരാള് ഒരു പിടി മണ്ണിങ്ങനെ വാരി, അല്ലെങ്കിൽ ഒരു നുള്ളു മണ്ണ് വാരി, അതിനെക്കുറിച്ച് മാത്രം മനുഷ്യായുസ് മുഴുവൻ ഗവേഷണം നടത്തിയാലും അതിന്റെ മുഴുവൻ പൊരുളും കണ്ടെത്താൻ കഴിയില്ല. അത്രക്ക് നിഗൂഢമാണ്, അത്രക്ക് ബാഹുല്യമേറിയതാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ ഭൂമി മാത്രമല്ല, ഇവിടെയുള്ള ഈ സമുദ്രം മാത്രമല്ല, മീനുകൾ മാത്രമല്ല, പവിഴപ്പുറ്റുകളല്ല, ബോട്ടോ തോണിയോ കടലോ കപ്പലോ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പൂവ്, പുഴ, പൂമ്പാറ്റ, കടല്, കാറ്റ്, മഴ, വെയില്, കാർമേഘങ്ങള്, ഈ ആകാശം മുഴുവൻ, അതിലുള്ള നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രങ്ങൾക്കിടയിലുമുള്ള ദൂരം പ്രകാശവർഷം കൊണ്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് ടപ്പ് എന്ന് പറയുമ്പോൾ 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങളാണ് ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ദൂരം. അപ്പൊ ഈ ഒരു അണ്ടകടാഹത്തിന്റെ ഒരു ബാഹുല്യം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കി. അതിൽ തന്നെ വലിയ വലിയ തമോഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ, കോടാനുകോടി താരാപഥങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എല്ലാം നിറഞ്ഞു നിൽക്കുക. ഇതെല്ലാം പരിപാലിക്കുന്ന ഒരാൾ, അതാണ് ആലമീൻ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ടേ? യെസ് ഓർ നോ? അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അത് കണ്ട് വളരാൻ തുടങ്ങും. നല്ല രസമായിരിക്കും ലൈഫ്.
മക്കളിങ്ങനെ വളരുക, നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ എത്രയോ പാട്ടുകളൊക്കെ പാടി. അപ്പം അടുത്ത് നിങ്ങളോട് സംസാരിക്കാനുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഏറെക്കുറെ അവസാനിച്ചു. കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. ഇതൊക്കെ ഞാൻ പറയുന്നത് മാത്രമല്ല, ഇവിടെ നേരത്തെ ഗണേഷ് സാർ അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനങ്ങളിൽ നിന്ന് പങ്കുവെച്ച കാര്യങ്ങളാകട്ടെ, ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാർ ഇനിയും നമ്മോട് സംവദിക്കാനിരിക്കുന്ന കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള തിരിനാളങ്ങളെപ്പോലെ വെളിച്ചമായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുട്ടികളോട് ഞാൻ ഈ ഊന്നിപ്പറയുന്ന ഒറ്റ കാര്യം, കുട്ടികൾ ഒരിക്കലും നമ്മളെ അനുസരിക്കുകയല്ല, അനുകരിക്കുകയാണ് എന്നുള്ളത്. അനുകരണമാണ് കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് മനഃശാസ്ത്രപരമായിട്ട് പ്രൂവ്ഡാണ്. അപ്പം ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരു കണ്ണ് കാണാത്ത ഒരു പാവം മനുഷ്യൻ ഒരാളുടെ വീട്ടിലേക്ക് വന്നു. അവർ ഏറെ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. രാത്രിയായപ്പോൾ കണ്ണ് കാണാത്ത മനുഷ്യൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട് ഉടമസ്ഥനായിട്ടുള്ള ആള് പറയാണ്, നിങ്ങൾ ഈ സമയത്ത് പോവണ്ടെന്നേ, രാവിലെ പോകാം, രാത്രിയല്ലേ, ബുദ്ധിമുട്ടാകും. അപ്പൊ കണ്ണ് കാണാത്ത ആള് പറഞ്ഞു, ഏയ്, എനിക്ക് രാവും പകലും ഒരുപോലെയല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ പോയിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ പോവാൻ ശ്രമിക്കുമ്പോൾ വീട്ടിലുള്ള ഈ ഉടമസ്ഥൻ ഒരു റാന്തൽ കത്തിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് കയ്യിലെടുത്തോളൂ, എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന്. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആള് റാന്തൽ തൊട്ട് നോക്കി, എന്നിട്ട് പറയാണ്, ഹേയ്, ഇത് റാന്തലല്ലേ, എനിക്ക് കണ്ണ് കാണൂലല്ലോ, നീ മറന്നുപോയോ, നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു. ഉടനെ കണ്ണ് കാണുന്ന സുഹൃത്ത് തിരിച്ചു പറയാണ്, അല്ല, നിന്നെ കളിയാക്കിയതല്ല, പരിഹസിച്ചതല്ല, നീ കണ്ണ് കാണാതെ ഇടവഴിയിലൂടെ എങ്ങനെ നടന്നു പോവല്ലേ, അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും കണ്ണ് കാണാതെ ഇരുട്ടത്ത് നിന്റെ മേളിൽ ഇങ്ങോട്ട് വന്ന് തട്ടിയിട്ട് നിനക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാൾക്കൊരു മനസ്സിലൊരു ലഡു പൊട്ടുന്ന, ശരിയാണല്ലോ, ഇയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ എന്ന്. ഞാൻ ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെയുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കിതൊക്കെ വലിയ ഇൻസൈറ്റായി, വാല്യബിളായിട്ട് നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് വളർച്ചയുണ്ടാവുന്നത്. ഈ മനുഷ്യന് ഇതും കൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. കുറേ ദൂരം നടന്നപ്പോൾ ഒരു ഇടവഴിയിലെത്തിയപ്പോൾ ആരോ വന്ന് ഇദ്ദേഹത്തിന്റെ മേളിൽ നന്നായിട്ട് തട്ടി. ഇയാള് വീണുപോയി, റാന്തൽ തെറിച്ചുപോയി. ഈ തെറിച്ചുപോയ റാന്തൽ ഇങ്ങനെ കയ്യിലേന്തി ഇയാള് തപ്പിത്തടഞ്ഞ് എണീറ്റിട്ട് റാന്തൽ ഉയർത്തിപ്പിടിച്ചിട്ട് വന്ന ആളോട് ഇദ്ദേഹം ചോദിച്ചു, സുഹൃത്തെ, നിങ്ങളും എന്നെ പോലെ അന്ധനാണോ? ഈ റാന്തലിന്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നില്ലേ എന്ന്. അപ്പോ വന്ന ആള് പറയാണ്, ഏയ്, ഞാൻ അന്ധനല്ല, നിങ്ങളുടെ കയ്യിലുള്ള റാന്തൽ അണഞ്ഞു പോയിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മേളിൽ വന്ന് തട്ടിയത്, ഇരുട്ടത്ത് കാണാതെ വന്നതാണ്, ഞാൻ കണ്ണ് കാണാത്ത ആളായത് കൊണ്ടല്ല, ഐ ആം വെരി സോറി എന്ന് പറയുന്നു. അപ്പോൾ ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ ഇത്തരം നല്ല പരിപാടികളൊക്കെ ഒരുപാട് നന്മയുടെ റാന്തൽ കൊളുത്തി വെക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നടത്തുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷനൊക്കെ ഇനിയുള്ള ജീവിതത്തിൽ വലിയ വഴിവിളക്കായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ, ഒരു റോൾ മോഡലായി നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന METയുടെ പ്രിൻസിപ്പൽക്കും ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കുമുള്ള ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.